ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മാനേജർ റിവ്യൂ ആണ്. നമ്മുടെ ഗ്യാസ്പെറിനിയുടെ റിവ്യൂ ആണ്. ഒരു 20ഓളം മാച്ചസ് കളിച്ചിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചിടേണ്ട ഒരു മാനേജർ തന്നെയാണ് ഈ ഒരു ഗ്യാസ്പെറിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലേ സ്റ്റൈൽ തന്നെയാണ്. നമുക്ക് രണ്ട് രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലേ സ്റ്റൈലാണ് പുള്ളിക്ക് വരുന്നത്. ലോങ് ബോൾ കൗണ്ടർ ആയാലും അതേപോലെ തന്നെ ക്വിക്ക് കൗണ്ടർ ആയാലും ഒരു 88 പ്രൊഫഷൻസി ഒക്കെ വരുന്നൊരു അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നൊരു മാനേജർ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു മാനേജറിനെ പർച്ചേസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഗൈസ്, ഈ ഒരു മാനേജർ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലേ സ്റ്റൈൽസ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്വിക്ക് കൗണ്ടർ ലോങ് ബോൾ കൗണ്ടറും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഗെയിമിൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. ആ രണ്ട് ടാക്ടിക്സ് വരുന്ന മാനേജേഴ്സ് വളരെ റെയർ ആയിരുന്നു ഗെയിമിൻ്റെ അകത്ത്. നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ സൗത്ത് ഗേറ്റ് മാത്രമേ നമുക്ക് കറൻറ്റ്ലി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മാനേജറിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ടാക്ടിക്സ് ഉള്ളതുകൊണ്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാനേജറിനെ വെച്ചിട്ട് ഞാൻ ഒരു 20ഓളം മാച്ചസ് കളിച്ചിട്ടുണ്ടായിരുന്നു. 20ഉം കളിച്ചത് നമ്മുടെ ഡിവിഷൻ തന്നെയായിരുന്നു. അതിൻ്റെ അതൊരു 10 മാച്ചസ് നമ്മൾ ക്വിക്ക് കൗണ്ടറും ബാക്കിയുള്ള 10 മാച്ചസ് നമ്മുടെ ലോങ് ബോൾ കൗണ്ടറായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് നമ്മുടെ ക്വിക്ക് കൗണ്ടർ തന്നെയായിരുന്നു. ഈ ക്വിക്ക് കൗണ്ടറിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല ബെസ്റ്റ് അറ്റാക്കാണ് നമുക്ക് ഈ ഒരു ഗ്യാസ്പെറിനി മാനേജർ വെച്ച് കിട്ടുന്നത്. നമ്മുടെ സാബി അലോൺസോനെയൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്ക് കിട്ടുന്ന ഒരു മാനേജർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാനേജറിൻ്റെ ബൂസ്റ്റർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഫിസിക്കൽ കോൺടാക്റ്റാണ്. അപ്പോൾ അത്യാവശ്യം ഫിസിക്കൽ കോൺടാക്റ്റൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സിന് വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ആട്രിബ്യൂട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മാനേജറിനെ സൈൻ ചെയ്ത് വെക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു മാനേജറിന് മെയിനായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവുള്ള കാര്യങ്ങൾ പറയാം. അതിൽ ഫസ്റ്റ് പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അറ്റാക്ക് തന്നെയാണ്. നല്ല രീതിക്ക് അറ്റാക്ക് കിട്ടുന്ന ഒരു മാനേജറാണ്. ഒരുപാട് ഗോൾ നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു മാനേജറാണ്. ക്വിക്ക് കൗണ്ടർ ഇട്ട് കളിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിക്ക് പൊസിഷനിങ് ഉണ്ട്. പ്ലെയേഴ്സിന് ബോൾ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവരും മുമ്പോട്ടുള്ള റണ്ണൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് അറ്റാക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ഒരു പ്ലേ സ്റ്റൈൽസ് വരുന്നത്. ആ ഒരു ക്വിക്ക് കൗണ്ടർ ലോങ് ബോൾ കൗണ്ടറും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ ഗെയിമിൽ തന്നെ ആ ഒരു രണ്ട് ടാറ്റിക്സും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ലോങ് ബോൾ കൗണ്ടർ കളിച്ച് ഫെയിലായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വിക്ക് കൗണ്ടറിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അറ്റാക്കൊക്കെ കൂട്ടി നിങ്ങൾക്ക് ആ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുന്ന ഒരു മാനേജർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജർ ബെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മാനേജറിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിഫൻസീവ് പൊസിഷനിങ് ആണ്. നല്ല ഹൈ ഡിഫൻസീവ് ലൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി കളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് ബ്രേക്ക് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അതാണ് നമുക്കൊരു പോരായ്മയായിട്ട് ഈ ഒരു മാനേജറിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാനേജറിൻ്റെ ഡിഫൻസ് മാത്രം അത്യാവശ്യം നോക്കിയാൽ മതി. ഈ ഒരു ഹൈ ഡിഫൻസീവ് ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഡിഫൻസ് ബ്രേക്ക് ആവാൻ അത്യാവശ്യം ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഈ ഒരു മാനേജർ നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ 500 രൂപേൻ്റെ അകത്തൊരു വെർത്ത് മാനേജർ തന്നെയാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് കളിപ്പിച്ച് നോക്കാം. നല്ല യൂസ്ഫുൾ മാനേജർ തന്നെയാണ്. അപ്പോൾ ഞാൻ കളിച്ച ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലിച്ച് ഫോർമേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു ഫോർമേഷനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഗ്യാസ്പെറിനിയുടെ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും അത് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഓക്കെ.